നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേന്ദ്ര ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എക്സാലോജിക് കമ്പനി സമർപ്പിച്ച ഹർജിയിൽ ഇന്ന് കർണാടക ഹൈക്കോടതി ഇടക്കാല വിധി പുറപ്പെടുവിക്കും. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ജസ്റ്റിസ് എം നാഗപ്രസന്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഇടക്കാല വിധി പറയുക. കമ്പനിയുടെ പ്രൊമോട്ടർമാരിൽ ഒരാളായ മുഖ്യമന്ത്രിയുടെ മകൾ വീണയാണ് കേസിൽ ആരോപണ വിധേയയായി നിൽക്കുന്നവരിൽ പ്രധാനി. അതിനാൽ തന്നെ ഇടക്കാല വിധി വീണയ്ക്ക് നിർണായകം തന്നെയാണ്. SFIO അന്വേഷണം റദ്ദാക്കണമെന്ന് എക്സാലോജിക്കിന്റെ ഹർജിയിലെ ആവശ്യം കോടതി പരിഗണിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. തിങ്കളാഴ്ച ഇരുവിഭാഗത്തിന്റെയും വാദങ്ങൾ കേട്ട കോടതി കേസ് വിധി പറയാനായി മാറ്റുകയായിരുന്നു. കമ്പനികാര്യ നിയമത്തിലെ ചട്ടം 210 പ്രകാരം രജിസ്ട്രേഷൻ ഓഫ് കമ്പനീസ് അന്വേഷണം പ്രഖ്യാപിച്ചതിനോട് തങ്ങൾ പൂർണ്ണമായും സഹകരിച്ചിട്ടും അതേ നിയമത്തിലെ ചട്ടം 212 പ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനം വ്യക്തമല്ലെന്നാണ് കേസ് റദ്ദാക്കാൻ വേണ്ടി എക്സാലോജിക് അഭിഭാഷകർ ഉന്നയിച്ച വാദം. 2 സമാന്തര അന്വേഷണങ്ങളാണോ കമ്പനിക്കെതിരെ നടക്കുന്നതെന്ന് പോലും അറിയില്ല. അങ്ങനെയെങ്കിൽ അത് നിയമപരമായി നിലനിൽക്കില്ല. SFIO പോലെ ഒരു ഏജൻസിയിൽ നിന്ന് അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമോ എന്ന ആശങ്കയുണ്ടെന്നും എക്സാലോജിക്കിന്റെ അഭിഭാഷകൻ വാദിച്ചു. ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ CMRLന്റെ ഇടപാടിൽ നടന്നിട്ടുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായതായി SFIOയ്ക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കുളൂർ അരവിന്ദ് കാമത്ത് വ്യക്തമാക്കി. വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് CMRL വഴി 135 കോടി രൂപ വ്യക്തമായ രേഖകളില്ലാതെ കൈമാറ്റം ചെയ്യപ്പെട്ടുവെന്ന് ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. അതിൽ 1.72 കോടി രൂപ വീണ വിജയന്റെ എക്സാലോജിക്കിന് ഒരു സേവനവും നൽകാതെ നൽകിയതിനും തെളിവുണ്ട്. ഏതായാലും വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം നിർണായകം എന്ന് മാത്രമല്ല, ഈ വിധി ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വിധി കൂടിയായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ കേസിൽ അന്വേഷണം നേരിടുന്ന വീണ വിജയൻ മുഖ്യമന്ത്രിയുടെ മകളാണെന്നുള്ളതും അതുമാത്രമല്ല CMRLും കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടുമൊക്കെ ഉയരുന്ന വിവാദങ്ങളും ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കേസിൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം തന്നെ അതേപോലെ തന്നെ നിർണായകമാണ് എന്ന് തന്നെയാണ്. ഏതായാലും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണം വീണ വിജയനുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് കോടതി വ്യക്തമാക്കിയാൽ തീർച്ചയായും അത് വീണയ്ക്ക് മാത്രമല്ല പിണറായി വിജയനും തിരിച്ചടിയാവുകയാണ്. ഈ കേസിൽ വീണ വിജയന്റെ കമ്പനി ഷെൽ കമ്പനിയാണോ എന്ന ആശങ്ക പോലും നിലനിൽക്കുമ്പോഴാണ് അത് പിണറായി വിജയന് വേണ്ടി പണം കൈമാറ്റം ചെയ്യാനായി ഉണ്ടാക്കിയ കമ്പനിയാണോ എന്ന സംശയം പോലും ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് നിർണായകമായി വിധി വരുന്നത്. ഈ വിധി വരുന്നതോടുകൂടി ഈ വിധി തീർച്ചയായും അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്ന് വന്നാൽ അത് വീണയ്ക്ക് തിരിച്ചടിയാവുക തന്നെ ചെയ്യും. ഏതായാലും വീണയ്ക്ക് തിരിച്ചടിയാകാനുള്ള സാധ്യതകൾ തന്നെയാണ് മുന്നോട്ട് കാണുന്നത്. കാരണം അന്വേഷണ ഏജൻസികൾ അങ്ങനെ അന്വേഷണം നടത്തണ്ട എന്ന് കോടതി ഒരു ഘട്ടത്തിലും പറയില്ല. മാത്രമല്ല എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് നൽകിയിരുന്നില്ല എന്ന ഗുരുതരമായ ആരോപണം രജിസ്ട്രേഷൻ ഓഫ് കമ്പനി പറഞ്ഞിരുന്നു. വീണയുടെ മൊഴിയെടുക്കുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ചില ക്രമക്കേടുകൾ ഉണ്ട് എന്ന് ബോധ്യപ്പെടുകയും ചെയ്ത സ്ഥിതിക്ക് തീർച്ചയായും ഈ അന്വേഷണം മുമ്പോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ഈ അന്വേഷണം മുൻപോട്ട് പോകാൻ കോടതി പച്ചക്കൊടി കാട്ടിയാൽ തീർച്ചയായും വീണ വിജയന് അത് വലിയ തിരിച്ചടി തന്നെയാകുമെന്ന് ഉറപ്പാവുകയാണ്.